വിജിരാജ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭൂലോക ഊളയാണെന്ന് ഇപ്പൊ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലുണ്ടാവും. അയാളെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒഴിവാക്കുക, റിപ്പോർട്ട് അടിച്ച് വേഗം കുടി പോകാൻ നോക്കുക. അത്ര വൃത്തികെട്ടൊരു മനുഷ്യനാണെന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ റോബിനായിട്ട് ആ റോബിൻ ആർമിയിൽ പോയിട്ട് പെടില്ല, അതിൽ പോയി ചേരുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് നിന്നതാണ്. അതിന്റെ ഇടയിൽ കിടന്നിട്ട് വിജിരാജ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടും പാര വെച്ച് ഇവർ അങ്ങോട്ട് കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുറത്ത് അടിച്ചു. അതൊക്കെ ഇയാളുടെ ഫോണിലൊക്കെ വിജിരാജിന്റെ ഫോണിലൊക്കെ എടുത്തതെന്നൊക്കെ പറഞ്ഞേക്കുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് മൂപ്പര് കളിച്ച് അങ്ങനെ ആരോപിൽ കുടുങ്ങി. ഇത് വിജിരാജ് എന്ന് പറയാണ്, അല്ലാതെ റിയൽ ലൈഫിലെ നാരകനായിരുന്നു വിജി. ഓക്കെ, വിജി ശരിക്കും പറയുന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് കൂട്ടുകാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാര വെച്ചിരുന്ന ആളാണ്. എല്ലാവരുടെ ലൈഫിലും സായി, നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിക്കടക്കം പാര വെച്ചിരുന്ന ആളാണ്. അപ്പൊ എല്ലാ ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസസിന്റെ ഒക്കെ നമ്പർ കളക്ട് ചെയ്തിട്ട് അവരെയൊക്കെ നിരന്തരം വിളിക്കും. അവരെയൊക്കെ ഇത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള ആളുകൾ വിളിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ അയാൾ പറഞ്ഞു കൂടി റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. കാരണം അദ്ദേഹം ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ ലൈഫ് തുലയ്ക്കണമെങ്കിൽ 26,000 രൂപ തന്നാൽ മതി, ഞാനത് തീർക്കാം എന്നാണ് പറയുന്നത്.